ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചമുന്തിരി കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 350 ഗ്രാം പച്ചമുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചമുന്തിരി തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് കളർ മുന്തിരിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുരു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്താലേ ഇതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെളുത്തുള്ളിയും 1/4 കപ്പ് ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ അരച്ചെടുക്കരുത്. കണ്ടോ, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് മുൻപായിട്ട് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഇതൊരു കംപ്ലീറ്റ് ഫിറ്റ്നസ് സപ്ലിമെൻ്റ് ആപ്പാണ് കേട്ടോ. ഇപ്പം നമ്മളിൽ പലരിലും കാണുന്ന ഒരു അസുഖമാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടാത്തൊരവസ്ഥ. അപ്പം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട പ്രോട്ടീൻ പൗഡേഴ്സ്, വെയിറ്റ് ലോസിന് ആവശ്യമായിട്ടുള്ള ആപ്പിൾ സിഡാർ വിനീഗർ പോലുള്ള പ്രോഡക്ട്സ്, പീനട്ട് ബട്ടർ, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു അടിപൊളി ആപ്പാണ് കേട്ടോ ഇത്. യാതൊരു കെമിക്കലും ഇല്ലാതെ തികച്ചും നാച്ചുറലായിട്ട് ഇവർ ഓരോ പ്രോഡക്ട്സും സെയിൽ ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്രോട്ടിയം എന്ന് സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലേഡീസ് പ്ലാന്റിൻ്റെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ലേഡീസ് പ്ലാന്റ് എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നമ്മുടെ ചാനലിലൊരു ഗിവ് അവേ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഗിവ് അവേയിൽ ഫസ്റ്റ് പ്രൈസും 25 പേർക്ക് 500 രൂപ വില വരുന്ന പീനട്ട് ബട്ടറും ഇവരാണ് കേട്ടോ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഗിവ് അവേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ നല്ലെണ്ണ, അതായത് എള്ളെണ്ണ എടുക്കാം കേട്ടോ. ഇതിന് പകരം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്കുള്ള പച്ചമുളക് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ചതച്ചിട്ടാണ് ചേർക്കണമെങ്കിൽ ഇതിലേക്കൊരു 2 പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്ത 6 പച്ചമുളകാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അച്ചാർ പൊടി ചേർക്കുന്നില്ലെങ്കിൽ 1/2 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ മുളക് പൊടി കൂടെ ചേർത്താൽ മതി കേട്ടോ. നമ്മൾ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തത് 3.5 ടേബിൾ സ്പൂൺ ആക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം, അതായത് സുർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ സുർക്ക കുറേ ഒഴിക്കരുത്, കുറേശ്ശെ വേണം കേട്ടോ ഒഴിക്കാൻ. ഞാനിപ്പോൾ 1/4 കപ്പ് വീതം 2 തവണ ഒഴിച്ചിട്ട് 1/2 കപ്പ് സുർക്ക മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കും തോറും തിക്കായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ലൂസായിട്ട് പോവരുത് കേട്ടോ ഈ ഒരു ഗ്രേവി. തിക്കായിട്ട് വേണം, എന്നാലേ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പച്ചമുന്തിരി നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം മധുരം വേണ്ട കേട്ടോ, എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ശർക്കര കൂടെ ചേർത്തിളക്കിയാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. ഇത് പച്ച കളറിലുള്ളതുകൊണ്ടല്ല കേട്ടോ പച്ചമുന്തിരി എന്ന് പറയുന്നത്. നമുക്ക് ഏത് കളറിലുള്ള മുന്തിരി വെച്ചിട്ട് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ കഴിക്കുന്ന മുന്തിരി, ഇപ്പോൾ കുരു ഉള്ളതാണെങ്കിലും കുരു ഇല്ലാത്തതാണെങ്കിലും ഒക്കെ നമുക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്